ചിലരൊക്കെ പറയും, നോക്കി പാരമ്പര്യ പ്രശ്നങ്ങള്, തലമുറകളായിട്ടുള്ള വിഷയങ്ങള്, കുടുംബ പ്രശ്നങ്ങള്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെന്ന് പലരും പറയുമായിരിക്കും. പക്ഷെ ദൈവം എന്ന് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമാ. ആ കുഷ്ഠരോഗിയെ തൊട്ടിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കർത്താവ് പറഞ്ഞില്ല കുഷ്ഠം അവിടെ ഇരുന്നോട്ട്, നീ കുഷ്ഠം ഉണ്ടെങ്കിലും സ്വർഗത്തിൽ പോകുന്നല്ല പറഞ്ഞ്. തീർച്ചയായിട്ടും നമ്മൾ നിത്യതയും സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രസംഗിക്കും, ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് കർത്താവ് പറഞ്ഞു, കർത്താവ് ബന്ധനങ്ങളെ അഴിക്കുകയാണ്, കെട്ടുകളെ പൊട്ടിക്കുകയാണ്. രാത്രി മുഴുവൻ പിതാവിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ട് രാവിലെ ഇറങ്ങി കർത്താവ് നടന്നുകൊണ്ട് ഗലീലയിലൂടെ, ബെഥസ്ദയിലൂടെ, ദൈവത്തെ സ്തുതിച്ച് യെരൂശലേമിലൂടെ താൻ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. അതേ ആത്മാവ്, യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കെട്ടുകളെ, ബന്ധനങ്ങളെ അഴിക്കുക. ആമേൻ. അവൻ നന്മ ചെയ്തു. ദൈവത്തെ സ്തുതിച്ചാട്ട്. തളർന്നു പോകുന്ന ജനത്തെ നോക്കി പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും കൊടുക്ക്, അവർ തളർന്നു പോകും. അവര് പറഞ്ഞു, ഈ കാട്ടിൽ എവിടുന്ന് അപ്പം കിട്ടും, ഈ മരുഭൂമിയിൽ എങ്ങനെ ഇവരെ ഫീഡ് ചെയ്യാൻ കഴിയും? കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് വർദ്ധിപ്പിച്ച ദൈവം ഇന്ന് ഈ സുവിശേഷത്തിന്റെ മധ്യത്തിൽ ഒരു മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഏറ്റെടുത്താട്ട്.